Good morning, girls. Our next topic is audit program. അപ്പോൾ an audit program എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്റ്റിംഗ് an audit. അതായത് കൃത്യമായിട്ട് അത് ഇറ്റ് ഈസ് നമുക്ക് വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ആക്ഷൻ പ്ലാൻ containing the exact details in regards to the conduct of a particular audit. അപ്പോൾ യൂഷ്വലി ദിസ് ഓഡിറ്റ് പ്രോഗ്രാം ഇസ് പ്രിപ്പയർഡ് ബൈ ദ സീനിയർ സ്റ്റാഫ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി auditor. So audit program എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഈച്ച് ക്ലൈൻറ്റ്, and it is a detailed statement giving full instructions, hints, guidance and procedures to audit staff as to how they should proceed with the audit work. ഓക്കെ, അപ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ മേഗിസ്, an audit program is a detailed plan of the audit work to be performed, specifying the procedures to be followed in verification of each item in financial statements and giving the estimated time required. മനസ്സിലായല്ലോ? അപ്പം ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷനാണ് എങ്ങനെ ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യണം എന്നുള്ള, അതിൽ ഏതൊക്കെ മെത്തേഡ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്നുണ്ടാവും. അതായത് ഓരോ ഐറ്റം, അതായത് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓരോ ഐറ്റം എങ്ങനെ വെരിഫൈ ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഗിവിങ് ദ എസ്റ്റിമേറ്റഡ് ടൈം റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽ ഡിറ്റർമിൻഡ് പ്രൊസീജിയർ ഫോർ ദി കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ്. It provides guidelines in arranging and distributing the work. Okay, so we can say audit program is an outline of the work to be done prepared by an auditor for the guidance and control of the assistants. Okay, അപ്പം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടേൺ സ്കീം പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ടു ബി ഫോളോ ഡ്യൂറിങ് ഓഡിറ്റ്. അതായത് ഹൗ മച്ച് വർക്ക് ഇസ് ടു ബി ഡൺ, ഹൂ ഇസ് ഗോയിങ് ടു ഡു എ പെർട്ടിക്കുലർ പോർഷൻ ഓഫ് വർക്ക്, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം, എത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷനാണ്. ഓക്കെ, ഒരു സ്പെസിമെൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഇസ് ഗിവൺ ഇൻ യുവർ textbook. You can go through it. And next we can see what are the different types of audit program. There are two types of audit program. First one is fixed audit program and second one flexible audit program. അപ്പോൾ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ഓഫ് ഓഡിറ്റ്. അതായത് ഇതിനെ നമുക്ക് വേറൊരു വിധത്തിൽ പറയാം, ടൈലർ മെയ്ഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ഓർ പ്ലാൻഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതായത് ഓൾ ടെസ്റ്റ് ആൻഡ് പ്രൊസീഡിങ്സ് ആർ ഇൻക്ലൂഡഡ് ഈവൻ ത്രൂ ഓൾ ഓഫ് ദം മേ നോട്ട് ബി നെസസറി ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്സ്. ചിലതൊന്നും എല്ലാ സമയത്തും വേണ്ടിയതായിരിക്കില്ല, എന്നാലും എല്ലാം കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ഇൻ സച്ച് എ വേ ടു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇൻ ഹാൻഡ്. ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈലർ മെയ്ഡ് ഓഡിറ്റ് പ്രോഗ്രാം. മനസ്സിലായല്ലോ? അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ്, വിച്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. ഇനി ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഗ്രസീവ് ഓർ സ്കെൽട്ടൻ ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ഇൻ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ഇറ്റ് ഈസ് ഡ്രോൺ അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സ്കോപ്പ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഇൻ ഹാൻഡ്. അപ്പോൾ ഓരോരോ ക്ലയൻറ്റിനനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. സോ ഓഡിറ്റ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഇൻക്ലൂഡഡ് ആസ് ആൻഡ് വെൻ ഇൻഫർമേഷൻ ആസ് റിഗാർഡ്സ് ദ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ്നെസ് ഇൻ എൻഷുറിംഗ് adequacy is gathered. So flexible audit program allows considerable directions to the auditor in adjusting the program according to the varying conditions. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അതാണ്. ഇറ്റ് അലൗസ് ദ ഓഡിറ്റർ ടു മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ചേഞ്ച്ഡ് conditions. Okay, so next we can see what are the
അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ഓഡിറ്റ് അസിസ്റ്റൻസ്. അതായത് ഓഡിറ്റ് പ്രോഗ്രാം ഡിഫൈൻസ് ദ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റ് അസിസ്റ്റൻസ് ക്ലിയർലി. സോ ദിസ് ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഹാസ് ബീൻ omitted. Okay. Then second one, it provides division of work. അതായത് ഇറ്റ് പ്രൊമോട്ട്സ് ദ ഡിവിഷൻ ഓഫ് വർക്ക് ഓവർ ദ ഓഡിറ്റ് സ്റ്റാഫ് ഇൻ എ വെൽ ഓർഗനൈസ്ഡ് മാനർ. അതായത് ഓരോരുത്തരും, അതായത് അറ്റ് എനി ടൈം ദ ഓഡിറ്റർ വുഡ് നോ ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഹാസ് ബീൻ ഡൺ. അതായത് ഓരോരുത്തരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. Then it understand the work done. അതായത് it enables the auditor to keep constantly in touch with the work done and general progress of the audit. Then it fix responsibility on the ഓഡിറ്റ് അസിസ്റ്റൻസ്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓൺ ദ ഓഡിറ്റ് അസിസ്റ്റൻസ് ആസ് റിഗാർഡ്സ് ചെക്കിംഗ് ക്യാരീഡ് ഓൺ ബൈ ദം. ഓക്കെ. ദെൻ ഇറ്റ് ഓൾസോ സെർവ്സ് ആസ് എ വാല്യുബിൾ എവിഡൻസ്. അതായത് ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇറ്റ് സെർവ്സ് ആസ് എ വാല്യുബിൾ എവിഡൻസ് വെൻ അറ്റ് എനി ടൈം ആൻ ആക്ഷൻ ഇസ് ഇനിഷ്യേറ്റഡ് അഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ അലിഗിങ് നെഗ്ലിജൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ഓക്കെ. ദെൻ ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡൻസ് എന്നാണ് പറയുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം സെർവ്സ് ആസ് എ ഗൈഡൻസ് ഫോർ ഓഡിറ്റ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദി ഓഡിറ്റർ ഇൻ ഫ്യൂച്ചർ. ദെൻ ഇറ്റ് ഓൾസോ എന്താണ് നമുക്ക് പറയാം, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക്. അതായത് ഓഡിറ്റ് പ്രോഗ്രാം എൻഷ്യൂർസ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക് ഈവൻ ഇഫ് ദ ഓഡിറ്റ് അസിസ്റ്റൻസ് ഗോ ഓൺ ലീവ്. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഓരോന്നും എവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അഥവാ ഇൻ കേസ് ഒരാൾ ലീവാണെങ്കിലും അതിൻ്റെ തുടർച്ച എവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ദെൻ ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ്. അതായത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ബ്രിങ് ഇൻ യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റ് വർക്ക് എന്നാണ് പറയുന്നത്. ദെൻ ഇഫക്റ്റീവ് കൺട്രോൾ. അതായത് ഓഡിറ്റർ ഇസ് സേവ്ഡ് ഫ്രം ദ ബോദറേഷൻ ഓഫ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ഓഡിറ്റ് അസിസ്റ്റൻസ് വെരി ഓഫൺ. അതായത് എഫക്റ്റീവ് കൺട്രോൾ ക്യാൻ ബി ഇഫക്റ്റഡ് വിത്തൗട്ട് മച്ച് ഡിഫിക്കൽട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ, ഇറ്റ് എൻഷ്യൂർസ് അഡ്ഹറൻസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. ഒരു വെൽ പ്ലാൻഡ് ഓഡിറ്റ് പ്രോഗ്രാം എൻഷ്യൂർസ് ദാറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആർ ഫോളോഡ് സ്ട്രിക്ട്ലി. Okay, so these are the advantages of audit program. Next we can see what are the disadvantages of audit program. അതായത് there are some disadvantages also. Under that, first one is audit work may become too stereotyped and mechanical. അതായത് an efficient clerk cannot show his expertise and initiative because he will have to follow the directions given in the ഓഡിറ്റ് പ്രോഗ്രാം. പ്രത്യേകിച്ച് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ എങ്ങനെയാണ് അത് ടൈലർ മെയ്ഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പോകണം. അല്ലാതെ ഇപ്പം ചില ആളുകൾ വളരെ വിദഗ്ധമായി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെയാണ്, പക്ഷെ അവർക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല ഇഫ് ദർ ഇസ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ദ ചെക്കിംഗ് വിൽ ബി മെക്കാനിക്കൽ ആൻഡ് ഫോളോ എ പാറ്റേൺ ഓഫ് സ്റ്റീരിയോടൈപ്പ് വർക്ക് ആൻഡ് ദ ക്ലർക്ക് ബിക്കംസ് മെക്കാനിക്കൽ എന്നാണ് പറയുന്നത്. Then second one is sometimes the audit assistants will have to do the work in a haste to complete the work within the time frame laid down in the program. അതായത് ചില സമയത്ത് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിനുള്ളിൽ തീർക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മനസ്സിലായല്ലോ? അപ്പം എന്താ പറയുന്നത്, they will have to do the work in a hurry to complete the work within the time frame laid down in the work program. Then another disadvantage is each business may have different problems and procedures, hence rigid program cannot be ലേ ഡൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ അത് തീരെ യൂസ്ഫുൾ ആവില്ല, കാരണം ബിസിനസ് മേ ഹാവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ അക്കോർഡിംഗ്ലി വി ഹാവ് ടു ചേഞ്ച് അവർ ഓഡിറ്റ് പ്രോഗ്രാം. ഓക്കെ. Then last one is inefficient audit assistants may take shelter behind the audit program and defend deficiencies in their own work on the ground that no specific instruction is given in the audit program. അതായത് ഇപ്പം ഒരു നല്ലൊരു ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം കനോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഈച്ച് ആൻഡ് എവറി മിനിറ്റ് പോയിന്റ് ഇൻ ദി
ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻഎഫിഷ്യൻറ്റ് ഓഡിറ്റ് അസിസ്റ്റൻസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ അതായത് എന്തൊക്കെയാണോ അവരുടെ ഡെഫിഷ്യൻസീസ് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ, അതായത് ഒരു കൃത്യമായിട്ടൊരു ഇതില്ലാതെ പോവുക ചെയ്യുക. മനസ്സിലായല്ലോ. സോ ആസ് കമ്പയർഡ് ടു ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ഡിസഡ്വാൻറ്റേജസ് ആർ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയാം. അപ്പം വലിയൊരു തെറ്റൊന്നുമില്ല, അതുകൊണ്ട് ഒരു കൃത്യമായൊരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാവുന്നത് നല്ലത് തന്നെ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇനി ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ഓഡിറ്റ് അസിസ്റ്റൻസ് to note down all those uncleared queries which he may come across in the course of his audit work. മനസ്സിലായല്ലോ. ആൻഡ് ഓൺ വിച്ച് he requires further clarifications and explanation. അപ്പോൾ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് ആ ഒരു ക്വയറീസ് എഴുതി വെക്കാനുള്ള ഒരു ഓഡിറ്റ് അസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ നോട്ട്ബുക്കിന് പറയുന്ന പേരാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻ ബൈ ദ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബുക്ക് കെപ്റ്റ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക്, അല്ലെങ്കിൽ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻ ബൈ ദി ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. അതിലെന്താ എഴുതി വെക്കുന്നത് എന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഇത്? ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡ്സ് ഇസ് ക്വയറീസ്, എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, points which requires further clarification, enquiries made and replies received thereto on loose sheets filed and bound to the audit notebook. So this book is popularly known as audit notebook, or it is also known as audit memorandum. Okay, അപ്പോൾ ഇനി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് നോക്കാം. ഇതിൽ കാര്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഓഡിറ്റ് നോട്ട്ബുക്കിൽ വരുന്നത് ഫസ്റ്റ് വൺ, ഓഡിറ്റ് നോട്ട്ബുക്ക് കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിസിനസ്. അതായത് എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. മിസ്സിംഗ് വൗച്ചേഴ്സ്, ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ ബുക്ക്, സജഷൻസ് മെയ്ഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് എക്സെട്ര. ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻസ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ബൈ ദ ക്ലയൻറ്റ്, provisions in the memorandum and articles affecting the accounts and audit, and the names of the principal officers, their powers, duties and responsibilities, and the technical terms used in the business, mistakes and errors discovered, particulars of missing vouchers, the points which required further explanation and clarification, notes and queries which might be required at a subsequent audit, and total of balances of some important books and accounts, then points to be incorporated in the auditor's report, and any matters which requires discussion with a senior or with the auditor, and dates of commencement and completion of audit. Okay, so these are the contents of the audit notebook. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. നമുക്ക് നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നുള്ളത്. അപ്പം ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, ഓഡിറ്റ്, ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റ് ക്ലർക്ക് ടു റെക്കോർഡ് ഓൾ ഇൻഫർമേഷൻ വിച്ച് അറൈസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വർക്ക്. അതായത് എന്തൊക്കെ ഇതുണ്ടോ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതെല്ലാം എഴുതി വെക്കാനുള്ള റെക്കോർഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമാണ്. സോ ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റ് ക്ലർക്സ് ടു റെക്കോർഡ് ഓൾ ഇൻഫർമേഷൻസ് വിച്ച് അറൈസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. Then second one is, it plays an important part in defending the auditor if legal action is brought against him. അതായത് ഇപ്പോൾ ഓഡിറ്റർക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ കൂട്ടോ വരികയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം, ഓഡിറ്റർക്ക് ഇതൊരു എവിഡൻസ് ആണ്, ഒരു പ്രൂഫായി കാണിക്കാൻ പറ്റും. ഇന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. Then the entries in the audit notebook are an authentic evidence in the court of law. Then it acts as a guide in subsequent audit. അതായത് സബ്സിക്വൻറ്റ് ഓഡിറ്റിൻ്റെ സമയത്ത് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ്. Then it also helped the auditor to measure the efficiency of his
ഓഡിറ്റ് സ്റ്റാഫ്. അതായത് ഓഡിറ്റ് സ്റ്റാഫ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് അതായത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എ കീ ടു ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് നോക്കാം. കാര്യമായിട്ട് 2 പോയിൻ്റ് ഇവിടെ പറയുന്നത്. ഇഫ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഇസ് നോട്ട് പ്രോപ്പർലി പ്രിപ്പയർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് എഗെയിൻസ്റ്റ് ദം. അതായത് വെരി ഓഫൺ ക്രിയേറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ് എന്നാണ് പറയുന്നത്. അതായത് ഇഫ് ഇറ്റ് ഇസ് നോട്ട് properly and carefully prepared it cannot be used as evidence against the auditor for negligence. Then it may create rivalry and misunderstanding between the audit staff and the staff of the client. Okay, so these are the disadvantages of audit notebook. So next we can see what is audit documentation. Audit documentation എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ according to statement on the standard audit practices issued by the Council of Institute of Chartered Accountants of India defines this audit documentation as എന്താണ് auditors should document matters which are important in providing evidence that the audit was carried out in accordance with the basic principles of auditing. അതായത് auditor should preserve all documents relating to audit on all important matters എന്നാണ് പറയുന്നത് which might be used for future references for the preparation of audit report and may be projected as an evidence of the audit having been carried out in accordance with the ബേസിക് ഓഡിറ്റ് പ്രിൻസിപ്പിൾസ്. അതായത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊഫഷണൽ എക്സസൈസ് ആണ് എന്നുള്ളത്. അതിന് കുറേ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചല്ലോ എന്തൊക്കെയാണ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഹൻസ് ഓഡിറ്റേഴ്സ് ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? റെഡ്യൂസിങ് ടു റൈറ്റിംഗ് ദ ഓഡിറ്റ് മാറ്റേഴ്സ് ആൻഡ് ദിയർ പ്രോപ്പർ അപ്പ് കീപ്പ്. കൃത്യമായിട്ടെല്ലാം സൂക്ഷിച്ച് വെക്കുക. അതായത് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. സോ ഓഡിറ്റേഴ്സ് ഷുഡ് കീപ് ഓൾ ഡോക്യുമെൻറ്റ്സ് വിച്ച് comes across while doing the audit work. So it includes statements, notes, minutes, etc. So documentation is very important because adequately documented plan and control of audit work evidence the practices and procedures followed in audit. And last one, it acts as a manual of reference for planning the audit in future. Okay. അപ്പോൾ എന്താണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ മേ ബി റെഫേർഡ് ടു ആസ് വർക്ക് പേപ്പേഴ്സ് ഓർ വർക്കിംഗ് പേപ്പേഴ്സ്. അപ്പോൾ ചിലപ്പോൾ അത് വർക്കിംഗ് പേപ്പേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ വർക്കിംഗ് പേപ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ദോസ് പേപ്പേഴ്സ് വിച്ച് കണ്ടെയ്ൻ എസെൻഷ്യൽ ഫാക്ട്സ് അബൌട്ട് അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഓഡിറ്റ്. അതായത് ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് ഓഡിറ്റർ will be having a number of detailed documents അല്ലെങ്കിൽ statements, notes, minutes and other valuable information pertaining to the accounts which are under audit. These papers are properly arranged and preserved carefully എന്നാണ് പറയുന്നത്. ഈ പേപ്പേഴ്സ് ആണ് ഓഡിറ്റർ പ്രോപ്പർട്ടി എന്ന് പറയുക. സോ ദ ഓഡിറ്റർ വാണ്ട്സ് ടു റെഫർ ടു ദം ലേറ്റർ ഓൺ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹിസ് ഓഡിറ്റ്. So these files are called audit working papers. അതായത് these files are documentary evidence to defend himself against the charges of negligence. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, an auditor is expected to maintain evidence of work done by him and his staff. അതായത് ഈ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഡ്രാഫ്റ്റ് കോപ്പീസ് ഓഫ് ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, account analysis, schedules of debtors and creditors, reconciliation statements, certificates, copies of correspondence between auditor and debtor, then bankers, etc. Schedules of special items like depreciation and inventories, previous audit report, important queries and their explanation, etc. അപ്പോൾ വർക്കിംഗ് പേപ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ദേ ഷുഡ് ബി കെയർഫുള്ളി പ്രിപ്പയർഡ് ആസ് ദേ ആർ ദ ബേസിസ് ഓഫ് കൺക്ലൂഷൻസ് ആൻഡ് സമ്മറൈസേഷൻ ഷോൺ ബൈ ദി ഓഡിറ്റർ ഇൻ ഹിസ് report.
ഇനി ഈ വർക്കിംഗ് പേപ്പേഴ്സ് ആർ ഓഫ് കോൺഫിഡൻഷ്യൽ നേച്ചർ ആൻഡ് ഹാൻസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ്. അതായത് ഓഡിറ്റർ ഷുഡ് ഓൾവേസ് ഇംപ്രസ് അപ്പോൺ എ സ്റ്റാഫ് ടു മെയിൻറ്റെയിൻ കംപ്ലീറ്റ് സീക്രസി വിത്ത് റിഗാർഡ് ടു വർക്കിംഗ് പേപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസ് അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് നോക്കാം. ഈ വർക്കിംഗ് പേപ്പേഴ്സ് പ്രൊവൈഡ് എസെൻഷ്യൽ സപ്പോർട്ട് ആൻഡ് എവിഡൻസ് ടു ദി ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ദാറ്റ് ദ ഓഡിറ്റ് ഇസ് ഡൺ ആസ് പെർ ദ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് എന്താ പറയുക, ഈ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്, അതിന് ഫോളോ ചെയ്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ദെൻ ദേ റിവീൽ ഹൗ ദ വർക്ക് വാസ് പെർഫോംഡ് ബൈ ദ സ്റ്റാഫ്, ദെർബൈ ഗെറ്റിംഗ് എൻ ഐഡിയ അബൌട്ട് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. കൃത്യമായിട്ട് അതിലെല്ലാം രേഖപ്പെടുത്തുന്നത് കൊണ്ട് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഓഡിറ്റ് സ്റ്റാഫ് അവരുടെ വർക്ക് ചെയ്തിരിക്കുന്നത്, അവരുടെ ഒരു എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. Then they help the auditor to defend himself in case of any allegation against him for negligence in the performance of duties. അതായത് എന്തെങ്കിലും അയാളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ട് എന്നൊക്കെ പിന്നീട് ആളുകൾ കോടതി എങ്ങാനും പറയുകയാണെങ്കിൽ അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. Then they help the auditor to prepare his report. Then they enable the auditor to know the system of internal check their strength and weaknesses. അതായത് ഇൻറ്റേർണൽ സിസ്റ്റം എങ്ങനെയുണ്ട്, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഇഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. Then they serve as a guide to the auditor for audit of the same client in future. Okay, so these are the advantage അല്ലെങ്കിൽ purposes and use of working papers. ഇനി ഈ വർക്കിംഗ് പേപ്പേഴ്സ് എങ്ങനെ ഫയൽ ചെയ്യുന്നു നോക്കാം. ഫയലിംഗ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. സിൻസ് ദ വർക്കിംഗ് പേപ്പേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് നെസസറി ടു പ്രിസർവ് ഇറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ദേ മസ്റ്റ് ബി പ്രിസർവ്ഡ് ബൈ എ റെസ്പോൺസിബിൾ ഓഫീസർ ഫോർ എ റീസണബിൾ ടൈം എന്നാണ് പറയുന്നത്. ഫോർ കൺവീനിയൻസ് ദ വർക്കിംഗ് പേപ്പേഴ്സ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 types. അതായത് കറൻറ്റ് ഫയലുണ്ട്, പെർമനൻറ്റ് ഫയലുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചുരുക്കി പറയാം എന്താണ് കറൻറ്റ് ഫയൽ, എന്താണ് പെർമനൻറ്റ് ഫയൽ എന്നുള്ളത്. അപ്പോൾ കറൻറ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് ഇയേഴ്സ് ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ഇറ്റ് ഫയൽസ് ഓൺലി കറൻറ്റ് ഇയേഴ്സ് ഇൻഫർമേഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് എന്നാണ് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്, ട്രയൽ ബാലൻസ്, ദെൻ ഷെഡ്യൂൾ ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, correspondence with banks regarding balance in bank account, schedule of investment, stock sheet with a method of valuation, list of missing vouchers, capital balance, etc. അപ്പോൾ the annual file limits to current year's audit program carried out by the auditor. അതായത് കറൻറ്റ് ഫയലിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ഇയർ ഓഫ് ഓഡിറ്റ്. 2019-20 ഓഡിറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ 19-20 ഇയർ ഓഫ് ഓഡിറ്റ് എന്നാണോ ആ ഇയറിലുള്ള ഫയൽസ് മാത്രം, ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് അതിലുണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട് ഓൾ എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. എ കോപ്പി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഇയർ, an audit program, minutes of the meeting of shareholders, directors, etc., and queries raised during the audit, letters from clients, then list of missing vouchers, computation of income tax, gratuity, bonus, etc., bank reconciliation statements. ഇത്രയും കാര്യങ്ങളാണ് കറൻറ്റ് ഫയലിൽ ഉണ്ടാവുക. ഇനി എന്താണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ നോക്കാം. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഓഫ് ദി ക്ലയൻറ്റ്. It give brief history of previous audit of the client. അതായത് working papers are useful for conducting the audit year after year. So the detailed information regarding memorandum and articles of association, provision regarding the issue of debentures, and copy of long-term service agreement, technical details of the firm, etc. അതായത് these papers supplement valuable information for കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഡിറ്റ്. അതായത് ഈ ഫയൽ കൺസിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ഓഫ് ഫ്യൂച്ചർ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ഇറ്റ് നോർമലി ഇൻക്ലൂഡ്സ് ഓൾ ദീസ് ഐറ്റംസ്. ഏതൊക്കെയാണ്, എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്, then in the case of companies, then in the case of partnership deed, then list of important books of accounts and other registers, then the system of internal control and internal audit,
a copy of relevant statutory or legal regulation, and a brief note on the nature of business and location of various offices and factories, then a copy of the letter containing client specific instructions, list of directors of the company, a list of important officials and their position, and details of holding company and subsidiary company, then statement showing the basis of stock valuation, etc. ഓക്കെ, അപ്പോൾ ഈ പെർമനൻറ്റ് ഫയലിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, so next we can see what are the advantages and disadvantages of audit file. അപ്പോൾ audit files are helpful for the preparation of audit plan എന്ന് പറഞ്ഞ് it can be used by the auditor as a ready and easy reference. And it also provides useful information that can be used for field work related to audit. And it also helps the auditor for forming an opinion about the matters to be included in his report. Then this files helps in suggesting the client's improvement in the system of accounting and also in business operations. And it also helps in minimizing efficiency in audit procedures. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണെന്നുള്ളതും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.